നമസ്കാരം. രാഷ്ട്രീയ തിരക്കുകളിൽ നിന്നും മാറി മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി അമേഠിയിൽ നിന്നും വിജയിച്ചു. 2014 മുതൽ 2024 വരെ കേന്ദ്ര ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിരുന്നു. 2024 അമേഠിയിൽ നിന്നും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇതാ പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജനപ്രിയ പരമ്പരയായ ക്യോങ്കി സാസ് ഭി കഭി ബഹു ഥി അതിന്റെ രണ്ടാം ഭാഗത്തിൽ സ്മൃതി മുമ്പ് അവതരിപ്പിച്ച അതേ വേഷത്തിൽ എത്തുമെന്നാണ് സൂചന. അതായത് രാഷ്ട്രീയ ജീവിതത്തിന്, അതായത് BJPയുടെ രാഷ്ട്രീയ ജീവിതത്തിന് അല്പം വിശ്രമം നൽകിക്കൊണ്ട് സ്മൃതി ഇറാനി വീണ്ടും സീരിയലിലേക്ക് പോകുന്നു, അതായത് ക്യാമറയുടെ മുന്നിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതിനായി സ്മൃതി ഇറാനി കരാറിൽ ഒപ്പുവെച്ചതായും റിപ്പോർട്ടുണ്ട്. 150 എപ്പിസോഡുകളാകും പുതിയ പരമ്പരയിൽ ഉണ്ടാവുക. ക്യോങ്കി സാസ് ഭി കഭി ബഹു ഥിയുടെ രണ്ടാം ഭാഗത്തിൽ മരുമകൾ വേഷമായ തുളസി വീരനായി അഭിനയിക്കാനാണ് സ്മൃതി സമ്മതം മൂളിയെന്നും ഈ മാസം 8-ന് കരാർ ഒപ്പിട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കാലത്തിനൊത്ത കഥാപറച്ചിൽ ശൈലിയായിരിക്കും പരമ്പര ഉണ്ടാവുക. ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ഷോകളിലൊന്നാണ് ക്യോങ്കി സാസ് ഭി കഭി ബഹു ഥി. ശോഭ കപൂർ, ഏക്താ കപൂർ എന്നിവർ ചേർന്നാണ് ഈ പരമ്പര നിർമ്മിച്ചത്. 2000 മുതൽ 2008 വരെയാണ് പരമ്പര സംപ്രേഷണം ചെയ്തത്. തുടർച്ചയായി 7 വർഷം TRP റേറ്റിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മൃതി ഇറാനി തുടർച്ചയായി 5 തവണ മികച്ച നടിക്കുള്ള ഇന്ത്യൻ ടെലിവിഷൻ അക്കാദമി അവാർഡുകൾ നേടിയിരുന്നു. 2 ഇന്ത്യൻ ടെലി അവാർഡുകളും സ്മൃതി സ്വന്തമാക്കിയിരുന്നു. 2003 സ്മൃതി BJPയിലേക്ക് ചേരുന്നത്. 2004 തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ചാന്ദിനി ചൌക്ക് ലോക്സഭാ മണ്ഡലത്തിൽ കപിൽ സിബലിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടു. യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായും BJP ദേശീയ സമിതി അംഗമായും പ്രവർത്തിച്ചു. 2011 ഗുജറാത്തിൽ രാജ്യസഭയിലെത്തി, അതായത് ഗുജറാത്തിൽ നിന്നും മത്സരിച്ച് രാജ്യസഭയിലേക്ക് എത്തി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി അമേഠിയിൽ നിന്നും വിജയിച്ചു. 2014 മുതൽ 2024 വരെ കേന്ദ്ര ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിരുന്നു. 2024 അമേഠിയിൽ മത്സരിച്ചുവെങ്കിലും സ്മൃതി ഇറാനി പരാജയപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.